സിനിമയിലെ നടീനടന്മാരെ പോലെ സെലിബ്രിറ്റി പരിവേഷമുള്ള ചില സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ നിരവധി ഫോളോവേഴ്സും ഫാൻസുമൊക്കെ ഉള്ളവർ. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ഏറെ സ്വാധീനിക്കുന്നവർ. റീൽസുകളും വീഡിയോകളുമൊക്കെ കണ്ടാണ് പലരും ഇവരുടെ ആരാധകരാകുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ തനി സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കാറുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ഒരു ബിരുദനെക്കുറിച്ച് അറിയണം. തൃശൂർ സ്വദേശിയായ വ്ളോഗർ യദു 15ഓളം യുവതികളെയാണ് പീഡിപ്പിച്ചത്. ഇതോടൊപ്പം കാസർഗോഡ് +1 വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത 15കാരൻ ഉൾപ്പെടുന്ന സംഘത്തെക്കുറിച്ചും ഞെട്ടലോടെയാണ് കേട്ടത്. ഈ യുവതികളും പെൺകുട്ടികളും എങ്ങനെയാണ് ചതിക്കുഴികളിൽ വീഴുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഇൻസ്റ്റഗ്രാം വഴി സൗഹൃദം, പിന്നീട് വിവാഹ വാഗ്ദാനം, അങ്ങനെ വിശ്വാസം നേടിയെടുത്ത ശേഷം ലൈംഗിക ചൂഷണം. തൃശൂർ സ്വദേശിയായ ബ്ലോഗർ യദു ഗിരീഷിൻ്റെ രീതിയാണിത്. ഒന്നല്ല 15 യുവതികളെയാണ് ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിച്ചത്. 3 പേരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് യദുവിൻ്റെ ലൈംഗിക വൈകൃതത്തെക്കുറിച്ചും മനസ്സിലായത്. അറസ്റ്റിലായ യുവാവിനെതിരെ പീഡനം, IT ആക്ട് ഉൾപ്പെടെയുള്ള കേസുകളാണ് ചുമത്തിയിട്ടുള്ളത്. യുവതികളുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു. കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നു വരുന്നുണ്ടെന്ന് തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് അറിയിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ഒട്ടേറെ ഫോളോവേഴ്സ് ഉള്ള വ്ളോഗറാണ് യദു ഗിരീഷ്. യുവതികളുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ച് പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നതാണ് ഇയാളുടെ രീതി. നിരവധി സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. യുവതികളുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം ഫ്ളാറ്റുകളിലും ലോഡ്ജുകളിലും ഉൾപ്പെടെ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. 3 യുവതികളാണ് യദുവിനെതിരെ പരാതി നൽകിയത്. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചായിരുന്നു ഭീഷണി. യുവതികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതിയിൽ പറയുന്നു. IT ആക്ട് പ്രകാരവും പ്രതിക്കെതിരെ കേസെടുത്തു. പതിനഞ്ച് യുവതികളെ ഇയാൾ പീഡിപ്പിച്ചതായി പോലീസ് പറയുന്നു. കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് നൽകുന്ന സൂചന. പീഡനത്തിനിരയായ മറ്റു യുവതികളുടെയും മൊഴിയെടുക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കുട്ടിക്കാലത്ത് അയൽവാസികളായ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കളിക്കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്ന നല്ല ഓർമ്മകളുണ്ട്. വളർന്നു വലുതായാലും അവർ നല്ല സുഹൃത്തുക്കളായിരിക്കും. ചിലർ തമ്മിലുള്ള സൗഹൃദം പ്രണയമായി മാറാം. എന്നാൽ പുതിയ തലമുറയുടെ സൗഹൃദത്തിൻ്റെ തലങ്ങൾ തന്നെ മാറി. കാസർഗോഡ് ഇങ്ങനെ ചെറുപ്പം മുതൽ കൂട്ടുകാരായിരുന്ന 2 പേരുണ്ട്. കൗമാരപ്രായമായപ്പോൾ അവരുടെ സൗഹൃദം വഴിവിട്ട ബന്ധമായി. +1 വിദ്യാർത്ഥിനിയെ 15കാരൻ പലപ്പോഴായി ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതേക്കുറിച്ചറിഞ്ഞ അവളുടെ സഹോദരി ഭർത്താവും സമീപത്തെ കോഴിക്കട ഉടമയും ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു. കൗൺസിലിംഗിലാണ് കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. 5 പേർ പീഡിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന് അവൾ നൽകിയ മൊഴി. കേസിൽ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16കാരിയെയാണ് ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവിനെ കൂടാതെ 15കാരൻ, സ്പോർട്സ് കടയുടമ, കോഴിക്കടയുടമ തുടങ്ങിയവരാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കടയുടമ നൌഷാദ്, ഫായിസ് എന്നിവരെയാണ് ചന്ദേര ഇൻസ്പെക്ടർ K പ്രശാന്ത് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ 45കാരനായ സഹോദരി ഭർത്താവ് 2 മാസം മുമ്പ് അസുഖം ബാധിച്ച് മരിച്ചിരുന്നു. 15കാരനായ വിദ്യാർത്ഥിയെയും 2 ആഴ്ച മുമ്പ് വിദേശത്തേക്ക് കടന്ന ആംബുലൻസ് ഡ്രൈവറായ റഷീദിനെയുമാണ് ഇനി പിടികൂടാനുള്ളത്. അറസ്റ്റിലായ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം
ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ വീട്ടിൽ കോഴി എത്തിച്ചു കൊടുക്കുന്ന നൌഷാദ് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കണ്ടതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതരെത്തി പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയതോടെയാണ് കൂട്ടബലാത്സംഗത്തിന്റെ കാര്യം പുറത്തറിയുന്നത്. 1 വർഷത്തോളമായി ഒന്നിലധികം പേർ ഒരേ സമയത്ത് പെൺകുട്ടിയെ കടുത്ത ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയതായാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ചന്ദേര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ മാതാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് പീഡന വിവരം അറിയാൻ വൈകിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഓരോ കുട്ടികൾക്കും ഏറ്റവും സുരക്ഷിതമായ ഇടമെന്ന് നമ്മൾ കരുതാറുള്ളത് സ്വന്തം വീടാണല്ലേ. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, പല പെൺകുട്ടികളും ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നത് സ്വന്തം വീട്ടിൽ വെച്ചായിരിക്കും. അയൽവാസികളും ബന്ധുക്കളും ഒക്കെയാണ് വില്ലന്റെ വേഷത്തിലെത്താറുള്ളത്. പാലക്കാട് ആലത്തൂരിൽ 4 വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അയൽവാസി പീഡിപ്പിച്ച ഒരു കേസ് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. വീട്ടുകാർ ഇല്ലാത്ത സമയത്താണ് വയോധികൻ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തത്. കേസിൽ പ്രതി ഹരിദാസന് കോടതി 26 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കുനിശ്ശേരി സ്വദേശി ഹരിദാസൻ 2,60,000 രൂപ പിഴയടക്കണമെന്നും ആലത്തൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ഉത്തരവിലുണ്ട്. പിഴയുടെ 50% അതിജീവിതയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു. നവംബർ 11 മുതൽ ഡിസംബർ 27 വരെയുള്ള കാലയളവിൽ വിവിധ ദിവസങ്ങളിലായി പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് കേസ്. പെൺകുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ഗുരുതരമായി ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു. പിന്നീട് പെൺകുട്ടി ഗർഭിണിയാവുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ വാദം. അന്നത്തെ ആലത്തൂർ ഇൻസ്പെക്ടറായിരുന്ന റിയാസ് ചാക്കേരിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. ഇൻസ്പെക്ടർ അരുൺകുമാർ, സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ, ASI വത്സൻ, സുലേഖ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ TS ബിന്ദു നായർ ഹാജരായി. പ്രോസിക്യൂഷൻ 26 സാക്ഷികളെ വിസ്തരിച്ചു. 42 രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. പ്രതി കുനിശ്ശേരി സ്വദേശി ഹരിദാസൻ നായരെയാണ് 26 വർഷം കഠിന തടവിന് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പ്രതി 2,60,000 രൂപ പിഴയടക്കണമെന്നും ഉത്തരവിലുണ്ട്. പിഴയടക്കാത്ത പക്ഷം 2 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും ഉത്തരവിലുണ്ട്. ന്യൂസ് 18 പാലക്കാട്. വീട്ടുകാരറിയാതെ കുട്ടികൾ സൈക്കിളുമായി കറങ്ങാനും കളിക്കാനും ഒക്കെ പോയിരുന്നൊരു ബാല്യകാലം നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ കുട്ടിക്കാലത്തെ ചെറിയ കുസൃതികളായിരുന്നല്ലേ. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ വികൃതികൾ വെറും കുട്ടിക്കളിയായി കാണാൻ പറ്റുമോ? തിരുവനന്തപുരം കരമനയിൽ വീട്ടുകാരെ പൂട്ടിയിട്ട് രാത്രിയിൽ കാറുമായി കറങ്ങാനിറങ്ങിയ 14കാരൻ്റെയും കൂട്ടുകാരൻ്റെയും കഥ ഞെട്ടലോടെയാണ് കേട്ടത്. പുലർച്ചെ 2 മണിയോടെ കരമന പാലത്തിന് സമീപത്ത് വെച്ച് കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതോടെയാണ് ഇതെല്ലാം പുറലോകമറിഞ്ഞത്. കാർ വലിയ താഴ്ചയിലേക്ക് മറിഞ്ഞെങ്കിലും ഭാഗ്യം കൊണ്ട് ഇരുവർക്കും കാര്യമായ പരിക്കൊന്നുമില്ല. സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെതിരെ കരമന പോലീസ് കേസെടുത്തു. വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ വീട് പുറത്തുനിന്ന് പൂട്ടിയായിരുന്നു 14കാരൻ കറങ്ങാൻ ഇറങ്ങിയത്. 16 വയസ്സുകാരനാണ് ഒപ്പമുണ്ടായിരുന്നത്. കരമനയിലെത്തിയ ഇവർ സഞ്ചരിച്ച മാരുതി സ്വിഫ്റ്റ് കാർ റോഡിന് സമീപത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി വായുവിലേക്ക് ഉയർന്നു പൊങ്ങിയാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാർ ഇവിടെ ഉണ്ടായിരുന്ന വലിയ പരസ്യ ബോർഡിൽ ഇടിച്ചാണ് താഴേക്ക് പതിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വീട്ടിലേക്ക് ഇറങ്ങുന്ന കൈവരിയും മതിലും തകർന്നു. ഭാഗ്യം കൊണ്ടാണ് ഇരുവർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. കുമാരപുരം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാറ്. സ്ഥിരം അപകട മേഖലയിൽ റോഡിലെ വളവ് ശ്രദ്ധിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയത്. ഓൺലൈനായാണ് ഡ്രൈവിംഗ് പഠിച്ചതെന്നാണ് 14കാരന്റെ മൊഴി.
സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനെതിരെ കരമന പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നും എത്രയോ വഴക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പരീക്ഷകളിൽ നിരവധി തവണ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൂട്ടുകാരും കാമുകയുമൊക്കെ പിണങ്ങിയ നാളുകളും രസകരമായ ഓർമ്മകളായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നിസ്സാര കാരണങ്ങൾ മതി മാനസികമായി തകരാൻ. പിന്നെ ആത്മഹത്യയും ഒളിച്ചോട്ടവുമൊക്കെയാണ്. ഇടുക്കിയിൽ മാതാപിതാക്കൾ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് പരിശോധിക്കണം. ചിന്നക്കനാൽ സ്വദേശിനിയായ 15-കാരി ശ്രീസഞ്ജനയാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് 16-കാരനെ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. പത്തനംതിട്ട തിരുവല്ലയിൽ +2 വിദ്യാർത്ഥിനിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. മോഡൽ പരീക്ഷ കഴിഞ്ഞെത്തിയ പെൺകുട്ടി ആൺ സുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നു. ചിന്നക്കനാൽ ബിയൽറാം സ്വദേശിയായ ശ്രീസഞ്ജന കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ വെച്ചാണ് വിഷം കഴിച്ചത്. ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ ഉടൻ തന്നെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞതിനെ തുടർന്നുള്ള വിഷമത്തിൽ കുട്ടി വിഷം കഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. മുരുക്കുംതൊട്ടിയിലെ സ്വകാര്യ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ശ്രീസഞ്ജന പഠനത്തിലും കലാരംഗത്തും മികവ് തെളിയിച്ചിരുന്നു. സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് തൊട്ടിൽപ്പാലം കുണ്ടുതോട്ടിലെ കുഞ്ഞിപ്പറമ്പത്താണ് +2 വിദ്യാർത്ഥിയെ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുള്ളൻകുന്നിലെ പ്രൈവറ്റ് കോളേജിൽ വിദ്യാർത്ഥിയായ അനുരഞ്ജാണ് മരിച്ചത്. വീടിനടുത്തുള്ള കുണ്ടുതോട് UP സ്കൂളിന്റെ പഴയ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. തൊട്ടിൽപ്പാലം പോലീസും കോഴിക്കോട് റൂറൽ ഫോറൻസിക് യൂണിറ്റും മേൽനടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പത്തനംതിട്ട തിരുവല്ല കാവും ഭാഗത്ത് +2 വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കഴിഞ്ഞ ദിവസമാണ്. പെരിങ്ങോൾ സ്വദേശി അവർണയാണ് മരിച്ചത്. മോഡൽ പരീക്ഷ കഴിഞ്ഞെത്തിയ പെൺകുട്ടി ആൺസുഹൃത്തിനെ വിളിച്ചറിയിച്ച ശേഷം തൂങ്ങി മരിക്കുകയായിരുന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മരണത്തിലേക്ക് നയിച്ചതിന്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. 2016 കോളിളക്കം സൃഷ്ടിച്ചതാണ് മലപ്പുറം മങ്കടയിലെ സദാചാര കൊലക്കേസ്. പ്രവാസിയുടെ ഭാര്യയുമായി അവിഹിത ബന്ധം ആരോപിച്ചാണ് മങ്കട സ്വദേശി നസീറിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കേസിൽ 5 പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ടമർദ്ദനം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി നേരത്തെ തെളിഞ്ഞിരുന്നു. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും കൊല്ലപ്പെട്ട നസീറിന്റെ കുടുംബവും പ്രതികരിച്ചു. മങ്കടയിൽ സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയതിന്റെ പേരിൽ ആൾക്കൂട്ടം സദാചാര പോലീസ് ചമഞ്ഞ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുഴുവൻ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. 1-ാം പ്രതി ഷറഫുദ്ദീൻ, 2-ാം പ്രതി അബ്ദുൽ ഗഫൂർ, 3-ാം പ്രതി അബ്ദു നാസർ, 4-ാം പ്രതി സക്കീർ ഹുസൈൻ, 5-ാം പ്രതി മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ശിക്ഷ. പ്രതികൾ 5 പേരും കുറ്റക്കാരാണെന്ന് 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. 2016 ജൂൺ 28-നാണ് മങ്കട കൂട്ടിൽ കുന്നശ്ശേരി നസീർ ഹുസൈനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഈ കേസിലെ 1-ാം സാക്ഷിയായ നവാസ്, എന്നുവെച്ചാൽ മരിച്ച ആളുടെ സഹോദരൻ, പിന്നെ ലത്തീഫ് എന്ന് പറയുന്ന സാക്ഷിയും, അവരുടെ സേവനം അല്ല പല ഭീഷണിയുണ്ടായിട്ടും പ്രലോഭനങ്ങളുണ്ടായിട്ടും അവർ മാറിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ നാട്ടിലുള്ള എല്ലാവരും ഭീഷണിപ്പെടുത്തിയിട്ടും പല പ്രലോഭനങ്ങളുണ്ടായിട്ടും ഈ 3 പേരും അവർ പറഞ്ഞിടത്ത് ഉറച്ചു നിന്നു. ആദ്യം തൊട്ടേ അവർ നിന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നു. അത് അഭിനന്ദനാർഹമാണ് ആ കാര്യം. 5 പ്രതികളും കൊലപാതകം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ, ആൾക്കൂട്ടമർദ്ദനം എന്നീ കുറ്റങ്ങൾ ചെയ്തതായി തെളിഞ്ഞു. 3ഉം 5ഉം പ്രതികൾക്ക് തെളിവ് നശിപ്പിച്ചതിന് 2 വർഷം കഠിന തടവ് കൂടി വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആൾക്കൂട്ടക്കൊല, ഭീകരവാദം എന്നിവയ്ക്ക് സമാനമാണ് നസീർ ഹുസൈൻ കൊലക്കേസെന്നാണ് കോടതി നിരീക്ഷിച്ചത്. വിറകുകൊള്ളി ഉൾപ്പെടെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി മർദ്ദിക്കുകയും മരണം ഉറപ്പുവരുത്തുന്നതുവരെ കാവലിരിക്കുകയും ചെയ്തത് ക്രൂര മാനസികാവസ്ഥ വെളിവാക്കുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് അവർക്ക് എന്തും കാണിക്കുകയല്ലേ.
അവർക്ക് ഒരു ഭയവുമില്ല, ആരെ എന്തും കാണിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പോലീസ് ശക്തമായിട്ട് ഇടപെടേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. അവർ അറിഞ്ഞപ്പോൾ തന്നെ അവർ ഇടപെട്ടിട്ടുണ്ട് ഇതിൽ. ഈ കേസിലെ തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ മുറിയൊക്കെ അവിടെ അടുത്ത് ചോരയൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്. അത് ഈ സയന്റിഫിക് എക്സ്പേർട്ട് വന്നിട്ടാണ് ഈ കഴുകിയ ചോരയൊക്കെ കണ്ടെത്തുന്നത് അവിടെ നിന്ന്. വെള്ളം കൊടുക്കാൻ പോലും വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, വെള്ളം കൊടുക്കാൻ അത് ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. വെള്ളം കൊടുക്കാൻ വിസമ്മതിച്ചതും ആശുപത്രി കൊണ്ടുപോകാൻ തടസ്സം ഉണ്ടാക്കിയതും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്ന്. ഒരാളെ 2 അടി അടിച്ച് ഒഴിവാക്കുകയല്ലോ, ഒരാളെ ക്രൂരമായിട്ട് അവിടെ ഇട്ട് തല്ലി ഇങ്ങനെയൊക്കെ അത് ആ വീഡിയോ കാണുമ്പോഴേ അതിൻ്റെ ഗൗരവം മനസ്സിലാകത്തുള്ളൂ, അതിൻ്റെ ഭീകരത മനസ്സിലാകത്തുള്ളൂ. സുഹൃത്തായ യുവതിയുടെ വീട്ടിൽ പോയ നസീർ ഹുസൈനെ പ്രതികൾ കൂട്ടം കൂടി തല്ലിക്കൊല്ലുകയായിരുന്നു. 40ഓളം സാക്ഷികളെയാണ് ഇരുഭാഗത്തു നിന്നുമായി വിസ്തരിച്ചത്. കേസിൽ 3 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷാവിധിയിൽ തൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂട്ടറും നസീറിന്റെ സഹോദരനും പറഞ്ഞു. 1-ാം പ്രതിയുടെ ഫോണിൽ പകർത്തിയിരുന്ന മർദ്ദന ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും ഫോറൻസിക് പരിശോധനയിൽ വീണ്ടെടുത്തതാണ് കേസിൽ നിർണായകമായത്. ഇപ്പോൾ തിരൂർ DSP ആയ AM സിദ്ദിഖാണ്. അതിനുശേഷമാണ് ഞാൻ അന്വേഷണം ഏറ്റെടുക്കുന്നത്. ഈ കേസിൽ ഞങ്ങളെ പല രീതിയിലും സഹായിച്ചവരാണ് നമ്മുടെ ഇവിടെ കൂടെ നിൽക്കുന്നവർ. പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ വിങ്, അഡ്വക്കേറ്റ് PG മാത്യു സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം. പിന്നെ നമ്മളെ സഹായിച്ചവരാണ് നമ്മുടെ ലീഗൽ സെല്ല്, സന്തോഷിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീമതി അംബിക ASAയുടെ നേതൃത്വത്തിലുള്ള ടീം. അവർക്കെല്ലാം എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഏറ്റവും പുറമെ ഇതിന് എല്ലാ സഹായങ്ങളും ചെയ്യുന്ന നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ R വിശ്വനാഥ് IPS സാറാണ്. ന്യൂസ് 18 തിരൂർ. തൃശൂർ പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാറിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഘർഷം നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതാണ്. ആക്രമണത്തിന് ശേഷം ബാർ കോമ്പൗണ്ടിലും പുറത്തും ഭീതി വിതച്ച പ്രതികൾ വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങളുടെ ചില്ല് തകർത്തു. ഹോട്ടലിലെ ബൈക്കുകൾ മറിച്ചിടുകയും പാർക്കിംഗ് ഗ്രൗണ്ടിലെ ലൈറ്റുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട 4 പ്രതികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അറസ്റ്റിലായ വിഷ്ണു ലഹരി കേസടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പുതുക്കാട് ഹോളിഡേ പാർക്ക് ബാർ വളപ്പിൽ വ്യാഴാഴ്ച രാത്രി ഉണ്ടായ സംഘർഷത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെയാണ് പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊടകര ഉളുബത്തുകുന്ന് സ്വദേശി വിഷ്ണു, മറ്റത്തൂർ വാസുപുരം സ്വദേശി ആയുഷ്, കുറ്റിക്കാട് സ്വദേശി അജിത്ത്, ചാലക്കുടി സ്വദേശി ജോസഫ് എന്നിവരെയാണ് പിടികൂടിയത്. ബാർ വളപ്പിൽ ഓട്ടം പോകാനായി നിർത്തിയിട്ടിരുന്ന മോഹനൻ എന്നയാളുടെ ഓട്ടോറിക്ഷയിൽ പുതുക്കാട് സ്വദേശി പള്ളിപ്പുറത്ത് വീട്ടിൽ അയ്യപ്പനിരിക്കുന്ന സമയം പ്രതികൾ ഓട്ടോറിക്ഷ ഓട്ടം പോകാനായി വിളിച്ചു. പോകാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് മോഹനെയും അയ്യപ്പനെയും പ്രതികൾ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിറക്കി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തത്. ബിയർ കുപ്പി കൊണ്ടുള്ള ആക്രമണത്തിൽ അയ്യപ്പന്റെ ഒരു പല്ല് കൊഴിഞ്ഞു പോവുകയും ചുണ്ടിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ അയ്യപ്പൻ ആശുപത്രിയിൽ പോകാനായി നിൽക്കുന്നതിനിടെ വീണ്ടും പ്രതികൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പിടിച്ചു മാറ്റാനെത്തിയ തെക്കേ തുറവത്ത് സ്വദേശി ബിജോയെ പൊട്ടിയ ബിയർ കുപ്പി കഷ്ണം കൊണ്ട് വയറ്റിൽ കുത്തി പരിക്കേൽപ്പിച്ചു. അക്രമത്തിന് ശേഷം ബാർ കോമ്പൗണ്ടിലും പുറത്തും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതികൾ വഴിയിൽ പാർക്ക് ചെയ്തിരുന്ന 2 വാഹനങ്ങളുടെ ചില്ല് തകർക്കുകയും ഹോട്ടലിലെ ബൈക്കുകൾ മറിച്ചിടുകയും പാർക്കിംഗ് ഗ്രൗണ്ടിലെ ലൈറ്റുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. വിഷ്ണു ലഹരിമരുന്ന് ഉപയോഗമടക്കം 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പുതുക്കാട് SIമാരായ പ്രദീപ്, പാട്രിക്, ഗ്രേഡ് SI സുധീഷ്, CPO നവീൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് 18 തൃശൂർ. ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യരുതെന്ന് എല്ലാ ബസ്സുകളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങൾ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഇത്തരം കാര്യങ്ങൾ അനുസരിക്കാൻ പ്രയാസമുള്ള ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കൊല്ലത്ത് KSRTC ബസ്സിൽ യാത്രക്കാരൻ കണ്ടക്ടറെ മർദ്ദിച്ചത് ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്തത് വിലക്കിയതിനാണ്. കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിൽ രാത്രി 11 മണിക്കാണ് യാത്രയ്ക്കിടെ കണ്ടക്ടറെ മർദ്ദിക്കുകയും കടിച്ച് പരിക്കേൽക്കുകയും ചെയ്തത്. കേസിൽ പ്രതി അരുണിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു.
കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട മധുര ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് യാത്രക്കാരൻ KSRTC കണ്ടക്ടറെ മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിയെ കുണ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ഇരവിപുരം സ്വദേശി അരുണാണ് അറസ്റ്റിലായത്. കണ്ടക്ടറായ മുഖത്തല തൃക്കോവിൽവട്ടം സ്വദേശി വിനുവിനെയാണ് ഇയാൾ ആക്രമിച്ചത്. കൊല്ലത്ത് നിന്ന് ബസ്സിൽ കയറിയ അരുൺ ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യുന്നത് കണ്ടക്ടർ വിലക്കി. ഇതിൽ പ്രകോപിതനായ അരുൺ കണ്ടക്ടറോട് കയർക്കുകയായിരുന്നു. തുടർന്ന് ബസ് കേരളപുരം ഭാഗത്തെത്തിയപ്പോൾ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട കണ്ടക്ടറുടെ ദേഹത്ത് പ്രതി ഇടിക്കുകയും മുഖം പിടിച്ച് കടിക്കുകയും ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ ഇടപെട്ടാണ് പ്രതിയെ പിടിച്ചുമാറ്റിയത്. തുടർന്ന് ഇയാളെ കുണ്ട്ര പോലീസിന് കൈമാറി. ആക്രമണത്തിൽ പരിക്കേറ്റ കണ്ടക്ടറെ പിന്നീട് കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. മക്കളെ കാണാതായാൽ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. അവർ കുറച്ച് ദിവസമായിട്ടും തിരികെ വന്നില്ലെങ്കിൽ പോലീസിൽ പരാതിയും നൽകും. വയനാട്ടിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 2 യുവാക്കളെ കാണാതായ കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എത്തിയത് കർണാടകയിലാണ്. കാണാതായ വെള്ളമുണ്ട് സ്വദേശി ഇസ്മയിൽ, കുറ്റ്യാടി സ്വദേശി ഷംസീർ എന്നിവരെ വൻ മയക്കുമരുന്ന് ശേഖരവും മാരകായുധങ്ങളുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനത്തിൽ നിന്നാണ് ആയുധങ്ങൾ പിടിച്ചെടുത്തത്. വയനാട്ടിൽ നിന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന യുവാക്കളെ 2 ദിവസം മുൻപാണ് പോലീസ് പിടികൂടിയത്. ഇസ്മയിലും ഷംസീറും ഉൾപ്പെടുന്ന സംഘം സഞ്ചരിച്ചിരുന്ന കാർ കർണാടക പുത്തൂരിലെ ഒരു ഗ്രാമത്തിൽ വെച്ച് പുത്തൂർ റൂറൽ പോലീസ് പരിശോധിക്കുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ നിന്ന് 50 ഗ്രാം MDMAയും സീറ്റിനടിയിലായി ഒളിപ്പിച്ച നിലയിൽ ഒരു മാരകായുധവും പോലീസ് പിടിച്ചെടുത്തു. ലഹരിമരുന്ന് ഇടപാടുകൾക്കിടയിൽ സുരക്ഷയ്ക്കായി കരുതിയതാണ് ഈ ആയുധമെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. യുവാക്കളെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ നേരത്തെ വെള്ളമുണ്ട പോലീസിൽ പരാതി നൽകിയിരുന്നു. പിടിയിലായ ഇസ്മയിൽ ലഹരിമരുന്ന് കേസിലെ സ്ഥിരം കുറ്റവാളിയാണ്. 2024 ജൂലൈ 4 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് 981 ഗ്രാം MDMAയുമായി ഇസ്മയിലിനെ കോഴിക്കോട് എക്സൈസ് ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയിരുന്നു. ഈ കേസിലെ 3ാം പ്രതിയായ അജ്മലും അന്ന് ഇസ്മായിലിനൊപ്പം കേസിൽ പ്രതിയായിരുന്നു. നിലവിൽ പുത്തൂർ റൂറൽ പോലീസ് NDPS ആക്ട് പ്രകാരവും ആംസ് ആക്ട് പ്രകാരവും പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 വയനാട്. ചിലർക്ക് ജയിൽവാസം എന്നത് ശിക്ഷയല്ല, വിശപ്പടക്കാനുള്ള ഇടവും കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കാനുള്ള ഒരു ഉല്ലാസ കേന്ദ്രവും കൂടിയാണ്. അത്തരം ചിന്തയിൽ ജയിലിലേക്കുള്ള വഴി തേടിയ ഒരു യുവാവുണ്ട് കൊല്ലത്ത്. കളക്ട്രേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കിയ യുവാവിനെ പിടികൂടിയപ്പോഴാണ് ഈ വിചിത്രമായ കഥ കേട്ടത്. അടിപിടി കേസിൽ നേരത്തെ 15 ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോഴത്തെ സുഖവാസമാണ് പ്രമോദിനെ വീണ്ടും ജയിലിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 10-നാണ് 44-കാരനായ പ്രമോദ് ജോൺ സ്വന്തം മൊബൈൽ ഫോണിൽ നിന്ന് 112 എന്ന നമ്പറിൽ വിളിച്ച് ഭീഷണി മുഴക്കിയത്. കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ള ബോംബ് 50 മിനിറ്റിനുള്ളിൽ പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഫോൺ നമ്പർ തെരഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ ഉടമയെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ടവർ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രമോദിന്റെ വീട്ടിൽ പോലീസ് സംഘമെത്തി. അവിടെ പോലീസിനെ കാത്തു നിൽക്കുകയായിരുന്നു ഇയാൾ. ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റിൽ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. തീവ്രവാദ ബന്ധം സംശയിച്ചും ചോദ്യം ചെയ്തെങ്കിലും യുവാവിൽ നിന്നും വിചിത്ര മറുപടിയാണ് ലഭിച്ചത്. ജയിലിലെ നല്ല ഭക്ഷണം പ്രതീക്ഷിച്ചാണ് താൻ ഭീഷണി മുഴക്കിയതെന്നായിരുന്നു പ്രമോദ് ജോണിന്റെ മൊഴി. ജയിലിൽ കഴിയാനാണ് ബോംബ് ഭീഷണി മുഴക്കിയതെന്ന് പ്രമോദ് വെളിപ്പെടുത്തിയെങ്കിലും പോലീസ് ആദ്യം വിശ്വസിച്ചില്ല. പ്രാദേശികമായുള്ള അന്വേഷണത്തിന് ശേഷമാണ് പോലീസ് പ്രമോദിന്റെ മൊഴി വിശ്വസിച്ചത്. അവിവാഹിതനായ ഇയാൾ ജോലിക്ക് പോകാറില്ല. അടിപിടി കേസിൽ നേരത്തെ 15 ദിവസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അന്ന് കൃത്യസമയത്ത് ഭക്ഷണം ലഭിച്ചിരുന്നതാണ് പ്രചോദനമായതെന്നും പ്രമോദ് പോലീസിനോട് പറഞ്ഞു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ്
18 കൊല്ലം. സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ആകെ സിസ്റ്റം തകരാറിലാണ്. വ്യാപകമായ ചികിത്സാ പിഴവ് കാരണം ഒട്ടേറെ രോഗികളാണ് ദുരിതം അനുഭവിക്കുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവമാണ് ഒടുവിൽ പുറത്തുവന്നത്. 5 വർഷമായി വേദന അനുഭവിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫ്. വൻ പ്രതിഷേധമുയർന്നതോടെ ആരോപണ വിധേയായ ഡോക്ടറെയും നഴ്സിനെയും സസ്പെൻഡ് ചെയ്തു. ഇതിനിടെ മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കോഴിക്കോട് സ്വദേശിനി ഹർഷീന സമരം പുനരാരംഭിച്ചു. കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. വയറ് വീർത്തു വന്നപ്പോഴാണ് പുന്നപ്ര സ്വദേശി ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി ഡോക്ടറെ കണ്ടത്. സ്കാൻ ചെയ്തപ്പോൾ വയറ്റിൽ മുഴ കണ്ടെത്തി. ആ വർഷം മെയ് 5-ന് ശസ്ത്രക്രിയ ചെയ്തു. പിന്നീട് വയറുവേദന തുടർക്കഥയായി. കഴിഞ്ഞ ദിവസം പോയി എക്സ്റേ എടുത്തപ്പോഴാണ് വയറ്റിനുള്ളിൽ കത്രിക കണ്ടത്. വേദനയ്ക്ക് കാരണം മൂത്രത്തിൽ കല്ലാണെന്ന് ഡോക്ടർമാരുടെ വാക്ക് വിശ്വസിച്ച് ഉഷ കഠിനമായ വേദന പേറിയത് 5 വർഷത്തോളമാണ്. ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ചു തന്നു. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ ഞാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്. മൂത്രസഞ്ചി കല്ലെന്നാണ് പറഞ്ഞത്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള് ലളിതാംബിക ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയതല്ല. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. സംഭവം നിർഭാഗ്യകരമാണെന്നും ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. പരാതി വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതേസമയം ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദയുടെ വാക്കുകൾ. സിസ്റ്റത്തിനാണ് പിഴവുണ്ടായതെന്നും ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഷാഹിദ പ്രതികരിച്ചു. അല്ല, അത് സ്റ്റാഫ് നഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നഴ്സ് ഇല്ല. സ്റ്റാഫ് നഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കയറുന്നതും. പറഞ്ഞ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കയറുന്നതും ഇടുന്നതും. അപ്പം മറ്റേ ഈ ഫ്ലോർ നഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കുറവായതുകൊണ്ടായിരിക്കും. ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണവും വിചിത്രമായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ചാണ് ഉപകരണം കുടുങ്ങിയതെന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ഡോക്ടറുടെ ചോദ്യം. ഈ ഓപ്പറേഷനിലെ ഇല്ല കാണത്തില്ല, അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി ഇതിനു മുമ്പ് ഓപ്പറേഷൻ 20 വർഷം മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധന 20 വർഷം മുമ്പല്ല 30 അനങ്ങാതിരിക്കായിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവിൽ സർക്കാരിനും മന്ത്രിക്കുമെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ സംഘടനകൾ. ആലപ്പുഴയിൽ ഡോക്ടർമാർ മാധ്യമപ്രവർത്തകരെ കാണുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആശുപത്രിക്ക് പുറത്തും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ശനിയാഴ്ച കൊച്ചിയിൽ നടക്കും. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനയ്ക്ക് ഇതുവരെ നീതി കിട്ടാത്തതും വീണ്ടും ചർച്ചയായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുമ്പിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർഷീന സമരം പുനരാരംഭിച്ചു. എന്തെങ്കിലും ഒരു സഹായം, ഒരു പരിഹാരം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ഈ തെരുവിൽ വന്നിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള സഹായവും വാക്കുകളിൽ അതല്ലാതെ പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. വാഗ്ദാനങ്ങൾ, അന്വേഷണങ്ങൾ, റിപ്പോർട്ട് തേടൽ, ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കൈയൊടിഞ്ഞതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈക്ക് വളവുണ്ടായെന്നാണ് പരാതി.
നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ചതും വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ശബരിമലയിലെ യുവതീ പ്രവേശനം തടഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാണ് തന്നെ സ്വർണ്ണക്കൊള്ള കേസിൽ കുടുക്കിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കയറ്റിയത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് രാജീവർ ജാമ്യം ലഭിക്കാനായി കോടതിയിൽ ഉന്നയിച്ചത്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത് SITയുടെ വലിയ വീഴ്ചയാണ്. ഇതിനിടെ കട്ടിളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. എന്നാൽ ഒരു കേസ് കൂടി ഉള്ളതിനാൽ ജയിലിൽ നിന്നും ഇറങ്ങാനാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്റെ അറസ്റ്റിനു പിന്നിൽ സർക്കാരിന്റെ പ്രതികാരമെന്നാണ് തന്ത്രിയുടെ വാദം. കൊല്ലം വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിലാണ് തന്ത്രിയുടെ വാദങ്ങളുള്ളത്. കഴിഞ്ഞ ദിവസമാണ് 2 കേസുകളിലും ജാമ്യം ലഭിച്ച് തന്ത്രി പുറത്തിറങ്ങിയത്. യുവതീ പ്രവേശനത്തെ എതിർത്തതാണ് അറസ്റ്റിനു പിന്നിലെ കാരണമെന്ന ഗുരുതരമായ ആരോപണമാണ് തന്ത്രി ഉന്നയിക്കുന്നത്. യുവതീ പ്രവേശന സമയത്ത് ആചാരലംഘനം പാടില്ല എന്ന നിലപാട് എടുക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തതാണ് അറസ്റ്റിനു പിന്നിലെ കാരണം. സന്നിധാനത്തുണ്ടായിരുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നോട് വിദ്വേഷമുണ്ടായിരുന്നു. ഭരണകക്ഷിയിലെ ഉന്നതർക്കും തന്നോട് രോഷമാണ്. ഭരണകക്ഷി നേതാക്കൾക്കൊപ്പം തന്ത്രിക്കും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന് വരുത്താൻ കഥമെനയുകയാണ് ചെയ്തത് എന്നാണ് ജാമ്യഹർജിയിലെ വാദം. ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാനുള്ള സർക്കാർ നീക്കം തടഞ്ഞതും വൈരാഗ്യത്തിന് കാരണമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചതിലും ദുരുദ്ദേശമുണ്ട്. മന്ത്രിമാരടക്കം VIP-കളുമായി പോറ്റിക്കുള്ള ബന്ധം മറയ്ക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. SITക്കെതിരെയും ഗുരുതര ആരോപണങ്ങളുണ്ട്. പോറ്റിയുടെ ബന്ധുക്കൾ ശബരിമലയിൽ ജോലി ചെയ്തിരുന്നത് SIT മറച്ചുവെച്ചു. പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു. ഭാര്യാപിതാവിന്റെ സഹോദരൻ ശബരിമലയിൽ ഗാർഡായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചത് താനാണ് പോറ്റിയെ കയറ്റിയത് എന്ന് വരുത്തി തീർക്കാനാണ് എന്നായിരുന്നു തന്ത്രിയുടെ വാദം. വാജിവാഹനം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് തന്നെ മോശക്കാരനാക്കാനാണെന്നും തന്ത്രി കോടതിയെ അറിയിച്ചു. ശബരിമലയിലെ എല്ലാറ്റിൻ്റെയും അവസാന വാക്ക് തന്ത്രിയാണ് എന്നായിരുന്നു SITയുടെ വാദം. യുവതീ പ്രവേശം തടഞ്ഞത് ഇതിന് തെളിവാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല. പോറ്റിയെ ശബരിമലയിൽ നിയമിക്കാനും സ്വാധീനം ചെലുത്തി. പോറ്റിയെ സ്പോൺസറാക്കിയതിലും പങ്കുണ്ട്. സ്വർണ്ണപ്പാളി കടത്തുന്നതിൽ മറ്റു പ്രതികളുമായി തന്ത്രി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. തന്ത്രി കുറ്റകരമായ മൗനവും നിഷ്ക്രിയത്വവും പാലിച്ചെന്നും തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ശക്തമായ സാക്ഷിമൊഴികളുണ്ട് എന്നും SIT വാദിച്ചെങ്കിലും കോടതി ഇത് തള്ളിക്കളഞ്ഞു. ആരോപിച്ച കുറ്റങ്ങളിൽ പ്രഥമദൃഷ്ട്യാൽ ഒന്നിനും തെളിവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നതിന് തെളിവില്ല. സാമ്പത്തിക ഇടപാടും തെളിയിക്കാൻ കഴിയുന്നില്ല. ദക്ഷിണ വാങ്ങുന്ന തന്ത്രിക്ക് കൂടുതൽ പണം നിക്ഷേപമുള്ളതിൽ അത്ഭുതമില്ല. സാമ്പത്തിക ഇടപാട് അന്വേഷിക്കുന്നതിന് ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യമല്ല തന്ത്രിക്ക് ലഭിച്ചത്. ഇത് SITക്ക് തിരിച്ചടിയാണ്. തന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയും പരിഗണിച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സക്കീറിനെ കൊന്ന കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 1995-ൽ സക്കീർ കൊല്ലപ്പെട്ട കേസിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റാഫി, റിയാസ് എന്നീ പ്രതികൾക്ക് ജാമ്യമില്ല. MDMAയുമായി 2 യുവാക്കളെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി. പിടിയിലായത് ചാത്തന്നൂർ സ്വദേശികളായ സുൽഫിക്കർ, ദിൽഷാദ് എന്നിവർ. ഇടുക്കി അടിമാലിക്ക് സമീപം മന്നാങ്കാലിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ്. കരിപ്പൂരിൽ വീണ്ടും ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 5.25 കോടി രൂപയുടെ കഞ്ചാവുമായി കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് ഹർഷാദ് പിടിയിൽ. ഇയാളെ സഹായിച്ച കോഴിക്കോട് മാത്തോട്ടം സ്വദേശി CV ഷമീമിനെയും പിടികൂടി. വാളയാറിൽ വാഹന പരിശോധനയ്ക്കിടെ 125 ഗ്രാം മെത്താഫിറ്റാമിനുമായി യുവാവ് പിടിയിൽ. ഹൈദരാബാദിൽ നിന്ന് വന്ന ബസ്സിലെ യാത്രക്കാരനായ കാസർഗോഡ് സ്വദേശി അബ്ദുൽ സലാം ഹുസൈനാണ് എക്സൈസിന്റെ പിടിയിലായത്.
ചില നല്ല സമയങ്ങളിൽ നമ്മളെ തേടി ഭാഗ്യം വരാറുണ്ടല്ലേ? എന്നാൽ അശ്രദ്ധയും വീഴ്ചകളും കാരണം ഭാഗ്യം നഷ്ടപ്പെട്ടു പോയവരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. പിറമ സ്വദേശിയായ റിട്ടയർഡ് ASI സജിമോൻ ഇപ്പോൾ കൈവിട്ടുപോയ ഭാഗ്യത്തിന് പിന്നാലെയാണ്. 20 കോടി രൂപയുടെ ക്രിസ്മസ് ബമ്പർ അടിച്ചത് തനിക്കെന്നാണ് സജിമോന്റെ അവകാശവാദം. എന്നാൽ ഒന്നാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് ഇപ്പോൾ സജിമോന്റെ കൈവശമില്ല. അത് നഷ്ടപ്പെട്ടതായി കാട്ടി സജി പോലീസിൽ പരാതി നൽകി. പിന്നാലെ കോടതിയെ സമീപിച്ചു. ജനുവരി 24-നായിരുന്നു ബമ്പർ നറുക്കെടുപ്പ്. നിലവിൽ ട്രാവൽസ് നടത്തുന്ന സജിമോന്റെ കാറിൽ ശബരിമലയ്ക്ക് പോയ വിശാഖപട്ടണം സ്വദേശികൾ നെയ്പാത്രം മറന്നുവെച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം. ഈ നെയ്പാത്രത്തിനടിയിലാണ് സജി വാങ്ങിയ ടിക്കറ്റ് സൂക്ഷിച്ചിരുന്നത്. പിന്നീട് വിശാഖപട്ടണം സ്വദേശികൾ ആവശ്യപ്പെട്ട പ്രകാരം നെയ്പാത്രം കുറിയറിൽ അയച്ചു കൊടുത്തു. അതിനൊപ്പം ടിക്കറ്റും അറിയാതെ അയച്ചെന്നാണ് അയാൾ പറയുന്നത്. പിന്നീട് ആ യാത്രക്കാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതിനിടെ ഒന്നാം സമ്മാനം അർഹമായ ടിക്കറ്റ് മറ്റൊരാൾ ലോട്ടറി വകുപ്പിൽ സമർപ്പിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സജിമോന്റെ പരാതിയും വാദങ്ങളും വിശ്വസനീയമാണോ? ഇവിടെ ആരുടെ ഭാഗത്താണ് വീഴ്ച പറ്റിയത്? എന്തായാലും ഭാഗ്യം തേടിയുള്ള പോരാട്ടം ഇനി കോടതിയിലായിരിക്കും. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.